വഖഫ് ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നാളത്തെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബില്ല് കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും. കാശ്മീർ വിഭജന ബില്ല് അവതരിപ്പിച്ച ശേഷം മാത്രമാണ് അംഗങ്ങൾക്ക് നൽകിയത്. ബില്ല് തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായങ്ങൾ പാർലമെന്റിൽ പറയണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അഭ്യർത്ഥിച്ചു. भरपूर चर्चा होना चाहिए, तो जिसको जिस पार्टी का भी मत रखना है पार्लियामेंट में रखिए. KCBC നിലപാടിനെ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജ്ജു, നിർമ്മല സീതാരാമൻ എന്നിവരും സ്വാഗതം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബിൽ എങ്ങനെയെന്ന് കൃത്യമായ രൂപം ആയിട്ടില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP പ്രതികരിച്ചു. വ്യവസ്ഥകൾ അറിയുമ്പോൾ ഇന്ത്യ മുന്നണിയും UDF-ഉം കൃത്യമായ നിലപാടെടുക്കും. ബില്ല് വരട്ടെ, ബില്ല് വന്നതിന് ശേഷം UDF-ഉം ഇന്ത്യ മുന്നണിയും അതിനോട് ആ ബില്ലിലെ വ്യവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും. മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടെടുക്കുമോ അതോ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ടു പോകുമോ കോൺഗ്രസ് എന്നവർ തീരുമാനിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. നിലവിലുള്ള വഖഫ് നിയമം ഭരണഘടനയുമായി ചേർന്ന് പോകുന്നതല്ലെന്ന് CBCI ചൂണ്ടിക്കാട്ടി. ക്രിയാത്മക നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് CBCI അഭ്യർത്ഥിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.